ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദം ബിരിയാണീൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ കണ്ടാലോ? നമ്മൾ ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പുതിന, മല്ലിച്ചപ്പ്, ഇതൊക്കെ കറിവേപ്പില, അത് മൂന്നും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടാലോ? നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് ആടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉള്ളി നന്നായി വാടി കിട്ടും. നമ്മളത് അടുപ്പത്ത് വേറെ പാത്രം വെച്ചിട്ട് അതിലേക്ക് ചോറിനുള്ള വെള്ളം വെച്ച് അതിലേക്ക് പട്ടയും ഗ്രാമ്പു ഏലക്കയും നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ച് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അളവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിയിലേക്ക് ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് പെട്ടെന്ന് അടി പിടിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി. നന്നായിട്ട് ഇളക്കി പൊടീൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 തക്കാളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2-3-4 സ്പൂണ് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതത്ര അധികം പൊടിയില്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചത്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അത്യാവശ്യം ഒരു ഗ്രേവി പോലെ ആവും. അപ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല വലിയ പീസല്ല, ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസാണ്. അങ്ങനെ ഒരു തലയിലേക്ക് നല്ല മസാലയൊക്കെ നന്നായിട്ട് കയറുള്ളൂ. ചിക്കൻ പൊരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റാണ് ഇതിങ്ങനെ ദം ചെയ്ത് വെക്കുമ്പോൾ. ചിക്കൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് എരിവും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇങ്ങനെ വെള്ള കളറിലൊന്നും അങ്ങനെയൊന്നും കിടക്കുന്നില്ല. എല്ലാ മസാലയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അടിക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നത് കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വെച്ചാൽ മതി. അതൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അടച്ചു വെക്കാതെ നമ്മൾ വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിവശത്ത്
എല്ലാ ചിക്കൻ മസാല എല്ലാം നമ്മൾ നിരത്തുകയാണ്. ചോറിടുന്നതിന് മുമ്പ് ആദ്യം മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മേലെ വേണം ചോറിട്ട് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ്റെ മേലേക്ക് ചോറൊക്കെ ഇട്ട് ബാക്കിയുള്ള എല്ലാ ചോറും ഇട്ട് ദം ചെയ്യാണ്. ബാക്കിയുള്ള ചോറൊക്കെ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചോറ് വെക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊരിച്ച് ബിരിയാണി വെക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഒരേ ടേസ്റ്റാണ്. പൊരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റാണ് ഇത്. എന്നിട്ട് നമ്മൾ അടുപ്പിൽ കനൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബിരിയാണി വെച്ച് അതിൻ്റെ മേലെ വലിയൊരു ചെമ്പ് കയറ്റി നന്നായി അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തീയൊക്കെ എടുത്ത് മാറ്റിയാണ്. നമ്മുടെ ബിരിയാണി ദം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പകുതി ചോറെടുത്ത് മാറ്റി നമ്മൾ മസാലയൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടെ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. ചോറും മസാലയും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വരണം. നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. നമ്മൾ പാത്രത്തിലേക്കൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ്. സൈഡായിട്ട് നമുക്ക് അതിന് അച്ചാറും തൈരും ആയിരുന്നു. അച്ഛൻ ബിരിയാണി കഴിക്കാത്തതുകൊണ്ടാണ് സാദാ ചോറും സാമ്പാറും കൂട്ടി കഴിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. മീനും കഴിക്കുന്നുണ്ട്. നമ്മുടെ മീൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മീനിന് ബിരിയാണിയൊക്കെ നല്ല ഇഷ്ടമാണ്. കുറച്ച് എരിവ് കുറച്ചിട്ട് കൊടുത്തതാണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.